ഇപ്പോൾ ആ ചിത്രം പകർത്തിയ സഹയാത്രക്കാരിയായിരുന്ന ബബിത നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ബബിത പകർത്തിയ ആ ചിത്രമാണ് ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വഴിത്തിരിവായി മാറുന്നത്. ആ, ഓ, എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ആ കുട്ടിയുടെ അവസ്ഥ ആ ഘട്ടത്തിൽ എങ്ങനെയായിരുന്നു? അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ബബിത? എനിക്ക് അങ്ങനെ ഞാൻ നോർമലി ആ ട്രെയിനിനാണ് സ്ഥിരം വരാറ്. ആ അന്ന് വന്നപ്പോ ട്രെയിൻ വന്നപ്പോ തന്നെ 12:30 ട്രെയിനാണ്. വന്നപ്പോ തന്നെ 1 മണിയായി. അപ്പോ അതിൽ കയറിയപ്പോ ഒരു കുട്ടി നോർമലായിട്ട് ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു. പിന്നെ എന്താണ്, കാണുമ്പോ തന്നെ നമ്മുടെ മലയാളി ആണെന്ന് തോന്നിയില്ല. പിന്നെ എന്താണ്, കയ്യിലൊരു ബാഗ് ഉണ്ട്, കയ്യിലൊരു 40 രൂപയാണെന്ന് തോന്നുന്നു. ഞാൻ കണ്ട 40 രൂപയാണ്. ഒരു ടിക്കറ്റ് കൂടെ ഉണ്ടായിരുന്നു, ബസ്സിന്റെ ടിക്കറ്റും. പിന്നെ ഇടുക്കി നിൽക്കുന്ന ഒരു വസ്ത്രധാരണമായിരുന്നു. കരയുന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ പിന്നെ സംസാരിക്കാൻ പോകാൻ വേണ്ടി ഇങ്ങനെ നിന്നപ്പോൾ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ചിലപ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. പിന്നെ ഇത് അവൾ സ്ഥിരം പോയി വരാറുള്ളത് പോലെ എനിക്ക് തോന്നി. മുഖമൊക്കെ കണ്ടപ്പോൾ ട്രെയിനൊക്കെ നല്ല പരിചയമുണ്ട്. ഞാൻ ട്രെയിനിൽ പോകാറുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ കരുതി എന്നും പോയിട്ട് വരുന്ന കുട്ടിയായിരിക്കും, എന്തെങ്കിലും കാരണം കൊണ്ട് കരയുന്നതായിരിക്കും എന്ന് കരുതുകയാണ്. എന്നാലും ഞാനിത് ഫോട്ടോ എടുത്ത് വെച്ചിരുന്നേ ഉള്ളൂ. അന്ന് രാവിലെ 24 ന്യൂസിന്റെ തന്നെയാണ് ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരുന്നത് യൂട്യൂബില്, മഴയായോണ്ട്. അപ്പോൾ അതിൽ വിളിച്ചപ്പോഴാണ് പിന്നെ പോലീസ് തിരിച്ച് വിളിച്ചെന്നെ അറിയിച്ചത്. ഈ ഈ കുട്ടിയെ ഈ കുട്ടിയോട് സംസാരിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു ബബിത? സംസാരിക്കാൻ കുട്ടിക്ക് ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ തന്നെ അവൾക്ക് ഒരു ദേഷ്യം പോലെ തോന്നി എൻ്റെ അടുത്ത്. ഞാൻ വെറുതെ എന്തോ ദേഷ്യപ്പെട്ടാലോ എന്ന് കരുതി ഞാൻ അങ്ങനെ വിട്ടതാണ്. ഈ ഫോട്ടോ എടുക്കുന്ന കണ്ടപ്പോൾ കുട്ടിയുടെ ഒരു റിയാക്ഷനൊക്കെ എന്തായിരുന്നു? ഒരു വലിയൊരു ആശങ്ക ആ കുട്ടിക്കുണ്ട് എന്ന് തോന്നുന്ന തരത്തിലായിരുന്നു പെരുമാറ്റം തോന്നുന്നില്ല? ഇല്ല, അങ്ങനെ പേടിയൊന്നും തോന്നിയില്ല. സ്ഥിരം ട്രെയിനിൽ ഇങ്ങനെ വരാറുള്ളത് പോലെ കരയുന്നു. നോർമലായിട്ട് തോന്നിയത് കരയുന്നു, അത്രേ ഉള്ളൂ. ഈ അങ്ങനെ തോന്നില്ല. ഈ ബബിത ഏത് സ്റ്റേഷനിലാണ് ഇറങ്ങിയത് പിന്നീട്? ഞാൻ നെയ്യാറ്റിൻകര സ്റ്റേഷനിൽ ഇറങ്ങി വാങ്ങിച്ചത്. അതുവരെ കുട്ടിയുണ്ട് അവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അല്ലേ? അതുവരെയും കുട്ടി എണീറ്റൊന്നും പോയില്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ അന്വേഷണ സംഘത്തെ ഈ കാര്യങ്ങൾ അറിയിച്ചിരുന്നപ്പോൾ അവർ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാനല്ല എങ്കിലും അവരെ ഈ വിവരം അറിയിച്ചിരുന്നപ്പോൾ എന്തായിരുന്നു അവരുടെ ഒരു സമീപനം എന്തായിരുന്നു പോയതാ? അവരുടനെ ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫോട്ടോ അയക്കാൻ പറഞ്ഞു. അപ്പോൾ പാരന്റ്സിനോട് എന്തോ ചോദിച്ചപ്പോൾ കൺഫേം ആണ്, കുട്ടീനെ കൺഫേം ആണെന്ന് പറഞ്ഞു. പിന്നെ എന്താ സ്റ്റേഷൻ, കുട്ടി എവിടെ നിന്ന് കയറി, കുട്ടി എവിടെ നിന്ന് ഇറങ്ങി, കണ്ടതോ, കയറിയത് കണ്ടോ, ഇറങ്ങിയത് കണ്ടോ, എങ്ങനെയായിരുന്നു വസ്ത്രധാരണം, എങ്ങനെയായിരുന്നു ബിഹേവിയർ കുട്ടിയോട്, അങ്ങനെയൊക്കെ ചോദിച്ച് എനിക്കറിയുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 40 രൂപയാണ് ആ കുട്ടിയുടെ കയ്യിലുള്ളത് അല്ലെങ്കിൽ 50 രൂപയാണെന്നൊക്കെ അങ്ങനെയൊക്കെ തോന്നാനുള്ള കാരണം എന്താണ് പോയതാ? ഞാൻ ശ്രദ്ധിച്ചിരുന്നു, എന്റെ നേരെ ഫ്രണ്ടിലായിരുന്നു. അപ്പൊ ഞാൻ കരയുന്ന കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. വീട്ടിൽ നിന്ന് പിണങ്ങി വന്നതുപോലെ എനിക്ക് അങ്ങനെ തോന്നി. അപ്പൊ ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞു, വീട്ടിൽ നിന്ന് പിണങ്ങി വന്നതായിരിക്കുമോ, ചെരുപ്പൊക്കെ വീട്ടിൽ ഇടുന്ന ചെരുപ്പാണ്, അതുപോലെ ബാഗ് എങ്ങനെ പൊടിയൊക്കെ വെച്ചൊരു ബാഗാണ്. അങ്ങനെയാണ് ഞാൻ പിന്നെ കയ്യിൽ നോക്കിയപ്പോൾ 40 രൂപ ഉണ്ട്. അത് ശ്രദ്ധിച്ചു. ടിക്കറ്റ് ആണെന്നാണ് കരുതുന്നത്, ട്രെയിൻ ടിക്കറ്റ് അല്ല, പക്ഷെ അതൊരു ബസ്സിന്റെ ടിക്കറ്റ് ആണെന്നാണ് തോന്നുന്നത്. ബസ്സിലാണ് വന്നത് എന്നാണ് നിലവിൽ അന്വേഷണ സംഘവും കരുതുന്നത്. ഈ കുട്ടി ഇങ്ങനെ നമുക്കറിയാമല്ലോ, കരഞ്ഞുകൊണ്ടൊരു ചെറിയൊരു കുട്ടി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അടുത്തുള്ള യാത്രക്കാരൊക്കെ അത് ശ്രദ്ധിക്കും. ഇതൊക്കൊപ്പമുള്ള ആളുകളൊക്കെ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പോയത്? ആരും ശ്രദ്ധിച്ചില്ല. അതാണ് എനിക്കിപ്പം 1-2 ചേട്ടന്മാരെന്തോ ആണെന്ന് തോന്നിയിട്ടുണ്ട്. അവരാരും ഞാൻ നോക്കുന്നില്ല. അപ്പൊ ഞാൻ കരുതി സ്ഥിരം പോകുന്ന ഒരു കുട്ടിയാണെന്ന്. എനിക്കും ട്രെയിനെ പറ്റി വലിയ ധാരണയില്ല. ഞാനും 1 മാസം ആയതുള്ളൂ ട്രെയിനിൽ കയറി തുടങ്ങിയിട്ടൊക്കെ. അപ്പൊ ഞാൻ കരുതി സ്ഥിരം പോകുന്ന ഒരു കുട്ടിയാവാനാണ് സാധ്യത. വീട് വല്ല കന്യാകുമാരിയോ അങ്ങനെ എന്തെങ്കിലും പറച്ചാലും എവിടെയെങ്കിലും ആയിരിക്കാനാണ് സാധ്യത എന്ന് തോന്നി. മലയാളി അല്ലാന്ന് തോന്നി കണ്ടപ്പോഴ്. കാരണം ഞങ്ങൾ സംസാരിച്ചു തമ്മിൽ. ഈ കുട്ടി കരയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴും അവൾ ഇങ്ങോട്ട് നോക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഞങ്ങൾ പറയുന്നത് മനസ്സിലാവുകയോ ചെയ്തിട്ടില്ല. ഈ ബബിതയ്ക്കൊപ്പം മറ്റ് സുഹൃത്തുക്കളോ മറ്റോ ഉണ്ടായിരുന്നു? അവരുടെയൊക്കെ ശ്രദ്ധയിലേക്ക് ഇത് പെടുത്തിയിരുന്നു? ഞങ്ങൾ കൂട്ടുകാർ 3 പേരൊക്കെ ഞങ്ങൾ വരുന്നു പോകുന്നത്. പിന്നീട് ചിത്രം പകർത്തി അതിനുശേഷം നെയ്യാറ്റിൻകര സ്റ്റേഷനിൽ ബബിത ഇറങ്ങി. പിന്നീട് ഈ വാർത്ത ശ്രദ്ധയിൽപ്പെടുമ്പോഴാണ് ഇത് അറിയുന്നതല്ലേ ബബിത? ഓക്കെ 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 വളരെ നന്ദി ബബിത പകർത്തിയ ആ ചിത്രം അതാണ് ഈ കേസിൽ ഇതിൻ്റെ അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറിയത്. ബബിത പറയുന്നത് ബബിത നെയ്യാറ്റിൻകരയിലേക്കുള്ള യാത്രയിലായിരുന്നു. അതിനിടയിലാണ് ഈ കുട്ടിയെ ട്രെയിനിൽ വെച്ച് കാണുന്നത്. കുട്ടി കരയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ്, ഒരു അസ്വാഭാവികത തോന്നിയതിനെ തുടർന്നാണ് അങ്ങനെ ഒരു ചിത്രം പകർത്തിയത്. കുട്ടിയുടെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു, മലയാളിയല്ല എന്ന് തോന്നി. ഇങ്ങനെ ഒരു കുട്ടി ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കണ്ടപ്പോൾ സ്വാഭാവികമായും സംശയം തോന്നി. തുടർന്നൊരു ഫോട്ടോ എടുക്കുകയായിരുന്നു, ആ കുട്ടിയുടെ ഫോട്ടോ എടുക്കുകയായിരുന്നു. നെയ്യാറ്റിൻകരയിൽ ബബിത ഇറങ്ങുകയും ചെയ്തു. പിന്നീടാണ് ഈ വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത്, ഈ കുട്ടിയെ കാണാനില്ല എന്നുള്ള വിവരമൊക്കെ ശ്രദ്ധയിലേക്ക് വരുന്നത്. അതിനെ തുടർന്ന് പിന്നീട്
അന്വേഷണ സംഘത്തിന് അത് കൈമാറുകയായിരുന്നു, ആ ചിത്രം കൈമാറുകയായിരുന്നു. അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഭവിതയിൽ നിന്ന് ചോദിച്ചറിഞ്ഞിട്ടുമുണ്ട്. കയ്യിൽ ബസ്സിൻ്റെ ഒരു ടിക്കറ്റ് കൂടി ഉണ്ടായിരുന്നു എന്നാണ് അത് ഭവിതയുടെ ശ്രദ്ധയിലേക്ക് പെട്ടിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആ കുട്ടി എത്തിയത് ബസ്സിൽ കയറിയാണ് എന്നുള്ള വിലയിരുത്തൽ പോലീസിനുമുണ്ട്. സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളാണ് ഭവിത. ആ യാത്രക്കിടയിലാണ് ഇങ്ങനെയൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുന്നതും തുടർന്നൊരു സംശയം തോന്നിയതിനെ തുടർന്ന് ഒരു ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഹരികൃഷ്ണൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഹരികൃഷ്ണൻ, ഈ ഭവിതയുടെ പ്രതികരണം 24 അവർ നടത്തുന്ന പ്രതികരണം അത് പ്രധാനപ്പെട്ടതാണ്. ഇതിനോടകം തന്നെ ആ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്, പോലീസിന് അവർ കൈമാറിയിട്ടുള്ളതാണ്. അതിൻ്റെ ചുവട് പിടിച്ചാണ് നിലവിലുള്ള അന്വേഷണം നടക്കുന്നതും. ഏറ്റവും നിർണായകമായി മാറിയ ഈ ചിത്രം അത് പകർത്തിയ ഭവിത ആണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. കുട്ടി കരയുന്നത് കണ്ടതിനെ തുടർന്ന് ഒരു സംശയം രൂപപ്പെടുകയും പിന്നീട് ഒരു ചിത്രം പകർത്തുകയും ഒടുവിൽ അത് അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തതിനെ തുടർന്ന് ഇപ്പോൾ കന്യാകുമാരി ഭാഗത്തേക്ക് കുട്ടി പോയിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയാണ്. 2 സാധ്യതകൾ അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നുണ്ട്. ഒന്ന്, ആ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പായ കന്യാകുമാരിയിലേക്ക് ഈ കുട്ടി എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള സംശയം. മറ്റൊന്ന്, കന്യാകുമാരിയിലേക്ക് ട്രെയിൻ എത്തുന്നതിന് മുമ്പുള്ള 4 റെയിൽവേ സ്റ്റേഷനുകൾ, അവിടെ എവിടെയെങ്കിലും ഈ കുട്ടി ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അതാണ് പരിശോധിക്കുന്നത്. നെയ്യാറ്റിൻകരയിൽ ഭവിത ഇറങ്ങുന്നത് വരെ ആ കുട്ടി ആ ട്രെയിനിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഭവിത ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കേരളത്തിലും ഒപ്പം തന്നെ തമിഴ്നാട്ടിലും കന്യാകുമാരി കേന്ദ്രീകരിച്ചുമുള്ള അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. സാധ്യമായ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ ശേഖരിക്കാനുള്ള ശ്രമം അത് ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ട്. അന്വേഷണത്തിന് തമിഴ്നാട് പോലീസിൻ്റെ RPFൻ്റെ ഒക്കെ സഹായം കേരള പോലീസ് തേടിയിട്ടുണ്ട്. കേരള പോലീസിൻ്റെ ഒരു സംഘം ഇപ്പോൾ കന്യാകുമാരിയിലേക്കുള്ള യാത്രയിലാണ്. ഞങ്ങളുടെ വാർത്താ സംഘവും അവരെ പിന്തുടരുന്നുണ്ട്. അന്വേഷണം ഏത് തരത്തിലാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ സ്വാഭാവികമായും അന്വേഷണ സംഘം ശേഖരിക്കും. അവിടെ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ കുട്ടി എവിടേക്ക് പോയി, അവിടെ നിന്ന് തന്നെ ഒരുപാട് ദൂരം അധികം പോയിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ കടകൾ, മറ്റ് സാധ്യമായ ഇടങ്ങൾ, അവിടെ നിന്നെല്ലാം CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് ആ കുട്ടിയിലേക്ക് എത്തുക, ഒരു ശുഭവാർത്ത നമുക്ക് മുമ്പിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ട്രെയിനിൽ കയറിയത് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. ആ സമയത്ത് ഈ കുട്ടിയെ കണ്ട ഭവിത എന്ന യാത്രക്കാരി നമ്മളോട് നേരത്തെ 24 പ്രതികരിക്കുകയായിരുന്നു.